ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. മച്ചമാരെ, നല്ലൊരു എന്താ പറയാ അമർ ചിത്രകഥ വായിക്കുന്നത് പോലെ ഒരു ഗംഭീര മുത്തശ്ശി കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ ഒരു മായാലോകത്തിലേക്ക് നമുക്ക് അങ്ങോട്ട് പോയാലോ. ഒരു രാജ്യവും രണ്ട് രാജകുമാരിമാരും, അതിലൊരാൾ മഹാ തല്ലിപ്പൊളിയാണ് കേട്ടോ, ഒരാളാണെങ്കിൽ ഭയങ്കര നീറ്റാണ്. ഒരു ദിവസം കാട്ടിലെ 3 മന്ത്രവാദികൾ വന്നിട്ട് രണ്ടുപേരിൽ ഒരു രാജകുമാരിയെ തട്ടിക്കൊണ്ടുപോവാണ്. പിന്നീട് തന്റെ സഹോദരി രക്ഷിക്കാനായിട്ട് ഇസബല്ല എന്ന നമ്മുടെ കഥാനായികയായിട്ടുള്ള രാജകുമാരി ഉണ്ടല്ലോ കാട്ടിലേക്ക് പോവാണ്. അവളുടെ കൂടെ തന്നെ ഒരു കുതിരക്കാരനുണ്ട്, ഒരു ചെന്നായിയുണ്ട്, അതുപോലെ തന്നെ ഒരു കുമാരനുണ്ട്. ഇവരുടെ സാഹസികമായിട്ടുള്ള ആ അഡ്വഞ്ചർ യാത്രയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ അവരുടെ ആ ഒരു ലോകത്തിലേക്ക് നമുക്കും പോവല്ലേ. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. രാവിലെ 5 മണിക്ക് ഇരുന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു കഥ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ശബ്ദത്തിന് അതിൻ്റെതായ ആ ഒരു മാറ്റം ഉണ്ടാവും. എനിക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ രാവിലെ ചെയ്യുന്നത്. ഇന്നലെ രാത്രിയായിട്ട് ചെയ്യാൻ പറ്റിയതുമില്ല. എന്നാ പിന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ ഈ കഥയിലേക്ക് പോകാം. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ അങ്ങ് ദൂരെ ഒരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്തില് 2 രാജകുമാരിമാരുണ്ടായിരുന്നു. അതിൽ ഒരാളെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പൊ നേരെ നമ്മളൊരു കാട്ടിലേക്ക് കൊണ്ടുപോവാണ്. ആ കാട്ടിലെ ഒരു ചളിക്കുഴിയിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന ഒരു പന്നിക്കുട്ടനെ പോലെ തോന്നിക്കുന്ന ഒരു കുട്ടിയെ കണ്ടോ? ഇത് തന്നെയാണ് ആ രാജ്യത്തെ രാജകുമാരി. ഇതെന്താ കുമാരി ഇങ്ങനെ ചളിയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നില്ല? അവൾ അങ്ങനെ തന്നെയാണ്. ഇവളുടെ പേരാണ് ഇസബല്ല. ആ കാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും എല്ലാ മരങ്ങളും എല്ലാം ഇവളുടെ കൂട്ടുകാരിയാണ്. പോരാത്തതിന് അവൾക്ക് നല്ല കട്ട കമ്പനിയായിട്ട് ഒരു ചെന്നായ കൂടിയുണ്ട്. അതുപോലെ റൈറ്റാണ് ഈ ഇസബല്ല. എന്നാൽ ഈ ഒരു കാട്ടിൽ നിന്നും ഒരുപാട് അകലെയായിട്ട് വളരെ ഇരുണ്ട സ്ഥലത്തായിട്ട് ഒരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ ഉള്ളിൽ 3 മന്ത്രവാദികളുണ്ട്. അതിലൊരു മന്ത്രവാദിക്ക് വല്ലാതെ പ്രായമായിട്ടുണ്ട്. 2 പേർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഈ 2 ചെറിയ മന്ത്രവാദികൾക്ക് ചെറിയൊരു പേടിയുണ്ട്. അവരുടെ പ്രധാനിയായിട്ടുള്ള മന്ത്രവാദിയുടെ കഴിവ് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് അവര് സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ആ ഒരു മന്ത്രവാദി പറയാണ്, എന്റെ കേൾവി ശക്തിക്ക് യാതൊരു കുഴപ്പമില്ല, എന്റെ യൗവനത്തെ ഞാൻ തിരിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തിന്റെ കുമാരി, അവളെ തന്നെ എനിക്ക് വേണം. അവളുടെ ശരീരത്തിലൂടെ എന്റെ യൗവനം ഞാൻ നിലനിർത്തും. വേഗം തന്നെ മന്ത്രത്തിലൂടെ അവിടെ എന്തൊക്കെയോ ചില മാപ്പുകൾ വരുത്തുന്നുണ്ട്. അതിൽ നിന്നും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ഈ രാജ്യത്തിന്റെ രാജകുമാരി എനിക്ക് വേണമെന്ന് ഈ വലിയ ദുർമന്ത്രവാദി പറയണം. ഇത് കേട്ടപാട് തന്നെ ആ കൂട്ടത്തിലെ വേറൊരു മന്ത്രവാദിയുണ്ട്. തൽക്കാലം നമുക്ക് അവളെ ക്രൗ വിച്ച് എന്ന് പറയാം. അതായത് ഒരു കാക്കയെ പോലെയുള്ള മന്ത്രവാദിയാണ്. അവള് നേരെ ആ രാജ്യം ലക്ഷ്യമാക്കിയിട്ട് പോവാണ്. ഇവിടെ സീൻ കെട്ടായിട്ട് നമ്മുടെ ഇസബല്ലയുടെ രാജ്യം കാണിക്കുകയാണ് കേട്ടോ. അവിടെ ഇപ്പൊ രാജാവും അതുപോലെ തന്നെ രാജ്ഞിയും ഭടന്മാരും എല്ലാവരും ഒരു പുതിയൊരു അതിഥി വന്നിട്ട് അവനെ ക്ഷണിക്കാൻ വേണ്ടി പോവാണ്. നോക്കുമ്പോ തൊട്ടടുത്ത രാജ്യത്തെ രാജകുമാരനാണ്. അപ്പൊ അവിടുത്തെ രാജാവും ഈ രാജാവും തമ്മിൽ ഒരു ഡീലുണ്ട്. അതിന്റെ പേരിൽ ഈ കുമാരൻ നമ്മുടെ ഇവിടുത്തെ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോ അവളെ എനിക്കൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ രാജാവ് പറയുന്നത്, എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം, നീ ഒരു ധീരനാണോ വീരനാണോ എന്നൊക്കെ എനിക്ക് നോക്കണം. അതിന്റെ കൂടെ എന്റെ മകളെ അങ്ങനെ ഒറ്റടിക്കൊന്നും കാണാൻ കഴിയില്ല. എന്തായാലും രാത്രി ആവട്ടെ, നിങ്ങളുടെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അപ്പൊ കാണുമെന്ന് പറയണം. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ കൊട്ടാരത്തിൽ തന്നെ ഒരു വേലക്കാരെ പോലെ നടക്കുന്നുണ്ട്. ആര്? ഇസബല്ല, രാജാവിന്റെ മറ്റൊരു മകളാണ്. അപ്പൊ ഈ ഒരു കാര്യം കണ്ട പാടുതന്നെ ഇസബല്ല നേരെ ഓടി ചെല്ലുന്നത് അവളുടെ സഹോദരിയുടെ റൂമിലേക്കാണ്. സഹോദരിയുടെ പേര് അലോണ. 2 പേരും ട്വിൻസ് ആണ്. എന്നാൽ ഈ അലോണയാണെങ്കിൽ ശരിക്കൊരു രാജകുമാരി എങ്ങനെയാണ് നടക്കുക അതുപോലെ തന്നെ എല്ലാം ഫുൾ സെറ്റപ്പിലും നടക്കും. അപ്പൊ അവളുടെ റൂമിലേക്ക് ഒരുമാതിരി ഒരു വല്ലാത്ത കോലത്തില് ഇസബല്ല ഓടി ചെന്നിട്ട് പറയാണ്, പെണ്ണ് നിന്റെ കല്യാണക്കായാലോ, അടിച്ചു പൊളിയണേ നമുക്ക്. ഇത് കേട്ടപാട് തന്നെ അലോണയ്ക്ക് നാണാവുന്നുണ്ട് കേട്ടോ. മാത്രമല്ല അലോണ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എപ്പോഴും നീ ഇങ്ങനെ കാട്ടിൽ നിൽക്കാതെ എന്റെ കൂടെ വന്ന് നിന്നോടെ, ഞാനിവിടെ ഒറ്റയ്ക്കാന്നുള്ള കാര്യം നിനക്ക് അറിയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊക്കെ പോട്ടെ ചേച്ചി, എന്തായാലും ഇന്ന് രാത്രി നമുക്ക് ചെക്കനെ കാണാലോ. ഇതേ നേരം തന്നെ രാജാവ് അങ്ങോട്ടേക്ക് വരികയാണ്. രാജാവ് വന്ന പാട് തന്നെ 2 പേരും സൈലന്റ് ആവുന്നുണ്ട്. നല്ല റെസ്പെക്ട് ആണ് രാജാവിനോട്, അതായത് അച്ഛനാണല്ലോ. രാജാവ് അങ്ങനെ ഉള്ളിലേക്ക് വരികയാണ്. മാത്രമല്ല നമ്മുടെ ഒരു അലോണ വരച്ച ഒരു ചിത്രം ആ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അത് നോക്കിയിട്ട് മോളെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാണ്. പിന്നെ അലോണയ്ക്ക് ഒരു ഗിഫ്റ്റും കൊടുത്തിട്ട് പറയാണ്, ഇന്ന് രാത്രി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് അണിഞ്ഞൊരുങ്ങണം കേട്ടോ. ഇതെല്ലാം പറഞ്ഞിട്ട് പോവാൻ നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഇസബല്ലയെ നോക്കിയിട്ട് രാജാവ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്ന് രാത്രിയെങ്കിലും അങ്ങേക്ക് മര്യാദക്ക് വൃത്തിയിലൊന്ന് വരാൻ പറ്റുമോ? ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കാൻ പോവാണേ. ഇതും പറഞ്ഞ് രാജാവ് പോവാണ്. രാജാവിന് അവളോട് ദേഷ്യമൊന്നുമില്ല, എന്നാലും അവളിങ്ങനെ ഒരു വൃത്തിയില്ലാതെ കാട്ടിലൂടെ ഓടിച്ചാടി നടക്കുന്നൊന്നും രാജാവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇവിടെ സീൻ കിട്ടായി അടുത്ത സീനില് ഈ കുട്ടികളുടെ അമ്മയെ കാണിക്കുകയാണ്. അതായത് ഈ രാജ്യത്തിന്റെ രാജ്ഞി. കൊട്ടാരത്തിലൂടെ ആരും ഇല്ലാത്തൊരു ഭാഗത്തൂടെ രാജ്ഞി അങ്ങനെ നടന്നു പോവാണ്. പെട്ടെന്ന് ഒരു രൂപം അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുകയാണ്. അതിനെ മൈൻഡ് ചെയ്യാതെ രാജ്ഞി പോകുമ്പോൾ ആ രൂപം രാജ്ഞിയെ വിളിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, ആ ഒരു ക്രൗ വിച്ച് ഉണ്ടല്ലോ, അവള് തന്നെയാണ്. അവള് വന്നിട്ട് പറയാണ്, നമുക്കിടയിൽ ഒരു ഡീലുണ്ട്, ആ ഡീൽ അനുസരിച്ച് നിങ്ങളുടെ മൂത്ത മകൾ അലോണ, അവളെ എനിക്ക് വേണമെന്ന് പറയണം. ഇത് കേട്ടപാട് തന്നെ രാജ്ഞി പറയുന്നുണ്ട്, ഒരിക്കലും ഒരമ്മ തന്റെ മകളെ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. പോരാത്തതിന് എന്റെ മകൾ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്, അവളുടെ വിവാഹം നടക്കാൻ പോവാണ്. ഈ നേരത്ത് ഞാൻ എങ്ങനെയാണ് എന്റെ മകളെ നിങ്ങൾക്ക് നൽകുക? ഒരമ്മയ്ക്കും അത് ചെയ്യാൻ കഴിയില്ല, തരാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് കുമാരി അവിടെ നിന്ന് പോകുന്നുണ്ട്. കുമാരിയല്ല, രാജ്ഞി പോവാണ്. ആ സമയത്ത് ദേഷ്യത്തിൽ ഈ ഒരു മന്ത്രവാദി പറയുന്നുണ്ട്, ഇതിന് നീ അനുഭവിക്കും. ഇതും പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോവാണ്. ഇതേ നേരത്താണ് അങ്ങോട്ടേക്ക് ഇസബല്ല വരുന്നത്. എന്തോ ഒന്ന് പാറി പോകുന്നത് അവൾ കണ്ടു. അപ്പൊ അമ്മയോട് ഈ ഒരു കാര്യം ചോദിച്ചപ്പോ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് നൈസായിട്ട് പോവുകയാണ്. എന്നാൽ അവിടെ വെച്ച് ഒരു കാക്കയുടെ തൂവല് ഇസബല്ലയ്ക്ക് കിട്ടുന്നുണ്ട്. അവൾക്ക് എന്തൊക്കെയോ ചില സംശയങ്ങളും ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുള്ളതായിട്ടും
തോന്നുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായിട്ട് ഈ മന്ത്രവാദി നേരെ ആ മന്ത്രവാദിയുടെ ചേച്ചി ഉണ്ടല്ലോ, ആ പ്രധാന മന്ത്രവാദി, അവരോട് ചെന്നിട്ട് കാര്യങ്ങൾ പറയാണ്. അതായത് വിചാരിച്ചതുപോലെ തന്നെ കുഞ്ഞിനെ രാജ്ഞി തരാൻ പോകുന്നില്ല. ഭയങ്കര ദേഷ്യത്തില് ഈ ഒരു ദുർമന്ത്രവാദി നേരെ മുന്നോട്ടേക്ക് വരികയാണ്. ആ രാജ്യത്തിന്റെ ഒരു മാപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗത്ത് തൊട്ട് ചില മന്ത്രവാദങ്ങൾ അവിടെ ചെയ്യാണ്. ഇവിടെ ഈ മന്ത്രവാദം ചെയ്യുന്ന സമയത്ത് ഈ ദുർമന്ത്രവാദി തൊട്ട അതേ സ്ഥലം തന്നെ ആ നാട്ടിൽ തീ പിടിക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് കൊട്ടാരത്തിലാണ്. ഇസബെല്ലയെ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് വരാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും അച്ഛൻ പറഞ്ഞതുകൊണ്ട് കുറച്ച് മാന്യമായിട്ട് വസ്ത്രം ധരിച്ചിട്ടുണ്ട്. എന്നാൽ മുടി ഇപ്പോഴും മറ്റേ ഒരു ബ്രഷ് പോലെയുള്ളത്. പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പോൾ രാജ്ഞിയാണ് എല്ലാവരും റെസ്പെക്ട് ചെയ്യും. എന്നാൽ ഇസബെല്ലയാണെങ്കിൽ ഇതൊന്നും മൈൻഡ് ആക്കുന്നില്ല. അവൾക്ക് തോന്നിയതുപോലെ ഭക്ഷണം എടുത്ത് എങ്ങനെ നടക്കുകയാണ്, അത് തിന്നുന്നുണ്ട്. എന്നാൽ രാജ്ഞിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ നല്ല പേടിയുണ്ട്. ആ ഒരു മന്ത്രവാദി വരുമോ തന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകും എന്നുള്ള ആ ഒരു പേടി. അതുകൊണ്ട് തന്നെ ഭടന്മാരോട് മുഴുവനായിട്ടും നന്നായിട്ട് അലേർട്ടായിട്ടിരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ രാജാവാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ. ഇപ്പൊ അവർ പുറത്തുനിന്ന് വന്ന കുമാരനെ നോക്കുകയാണെങ്കിൽ ചെറുക്കൻ നല്ല സന്തോഷത്തിലാണ്. കുമാരിയെ ഇപ്പൊ കാണാൻ കഴിയുമല്ലോ. ഇതിനിടയിൽ ഒരു വൃത്തിയില്ലാതെ ഇതിലൂടെ നടക്കുന്ന നമ്മുടെ ഇസബെല്ലയെ കാണുകയാണ്. അപ്പൊ ഭടന്മാരോട് ചോദിക്കുന്നുണ്ട്, ആരാ ഇത് ഇങ്ങനെ നടക്കുന്നത്, വേലക്കാരിയാണോ എന്ന് ചോദിക്കുമ്പോ ഏയ് വേലക്കാരിയൊന്നുമില്ല, രാജാവിന്റെ മകളാണ് ഇസബെല്ല. ആണോ, അപ്പൊ ഞാൻ ഇവളെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്, ഒന്ന് പോയി സംസാരിച്ചേക്കെന്ന് കരുതിയിട്ട് ചെറുക്കൻ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. ഞാനാണ് കുമാരൻ, നിങ്ങളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഒരു ദയയില്ലാതെ ഇസബെല്ല ഒരു കാര്യം പറയണേ, എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന്. ഇതും പറഞ്ഞ് അവൾ ഒറ്റ പോക്കാണ്. ഇത് കണ്ടപാടെ തന്നെ കുമാരൻ ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നാൽ അങ്ങോട്ടേക്ക് രാജാവ് ഓടി വന്നിട്ട്, നീ എന്ത് സ്വഭാവം ഈ കാണിക്കുന്നത്, ഇവിടുന്ന് പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് മാറ്റാണ്. ഇതേ നേരം തന്നെ കുമാരൻ ആകെ ഞെട്ടി നിൽക്കുകയാണല്ലോ. അപ്പൊ കുമാരനോട് പറയണം, നീ പേടിക്കൊന്നും വേണ്ട, എനിക്ക് 2 മക്കളുണ്ട്, ഇവൾ ഇങ്ങനെയാണ്, ഇവളെപ്പോലൊന്നും അല്ല കേട്ടോ എന്റെ മറ്റേ മകള്. അതായത് ഇവരുടെ കാര്യം പറയുകയാണെങ്കിൽ ചെറുപ്പത്തില് എന്റെ മറ്റേ മകള് നന്നായിട്ട് ഓടക്കുഴൽ വായിക്കുകയാണെങ്കിൽ, മധുരമുള്ള സംഗീതമൊക്കെയാണെങ്കിൽ ഇവൾ അപ്പുറം ഇരുന്ന് വലിയൊരു ചെണ്ടെടുത്ത് കൊട്ടും. ഇനിയിപ്പോ എന്റെ മറ്റേ മകള് അതായത് അലോണ, അവള് നന്നായിട്ട് കുതിരയുടെ പുറത്ത് പോകുന്ന സമയത്ത് ഇസബെല്ല പോവുക പ്രാന്ത് പിടിച്ച ആടിന്റെ പുറത്തൊക്കെ കയറിയിട്ടാണ്. രണ്ടുപേരുടെയും സ്വഭാവം ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ, നീ പേടിക്കൊന്നും വേണ്ട, അവൾക്ക് യാതൊരു കുഴപ്പമില്ല. അധികം വൈകാതെ അലോണ അങ്ങോട്ടേക്ക് വരികയാണ്. നല്ല സുന്ദരിയായിരുന്നു അവള്. അതുകൊണ്ട് തന്നെ ആ സൗന്ദര്യത്തിൽ ഈ കുമാരൻ മയങ്ങി വീഴുന്നുണ്ട്. അധികം വൈകാതെ രണ്ടുപേരും നേരിട്ട് കാണുകയാണ്, സംസാരിക്കുകയാണ്, ചടങ്ങുകളൊക്കെ ആരംഭിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ കൊട്ടാരത്തിന്റെ എന്താ പറയാ മട്ടുപ്പാവിലോ അങ്ങോട്ടേക്ക് പോയിട്ട് രണ്ടുപേരും ഒരുപാട് സംസാരിക്കുകയാണ്, പ്രണയിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്നെ ഉറപ്പായിട്ടും പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ ഈ കുമാരിക്ക് അതായത് അലോണയ്ക്ക് കുമാരൻ വാക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു എല്ലാവരും അവരുടേതായ റൂമിലേക്ക് തിരിച്ചു പോവാണ്. അലോണ അവളുടെ മുറിയിലേക്കും അതുപോലെ തന്നെ ഇസബെല്ല കൊട്ടാരത്തിന്റെ ഈ കാവൽക്കാരൊക്കെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ ചെറിയൊരു പൊത്തു പോലൊരു സ്ഥലമുണ്ട്, അവിടെയാണ് കിടന്നുറങ്ങുന്നത്. അവൾക്ക് ഈ പള്ളിയറിയൊന്നും പറ്റില്ലാതെ അങ്ങനെ സുഖമായിട്ട് ഇസബെല്ല കിടന്നുറങ്ങുന്ന സമയത്ത് രാവിലെ ഒരു തൂവല് കിട്ടിയായിരുന്നല്ലോ, അത് പിടിച്ചുകൊണ്ട് കിടക്കുന്നത് എന്തോ ഒരു ഫീലിംഗ് അവൾക്ക് തോന്നുകയാണ്. വിചാരിച്ചതുപോലെ തന്നെ ആ ക്രോ വിച്ചുണ്ടല്ലോ, അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. എന്തിനാണ്, ഇവിടുത്തെ രാജാവിന്റെ മൂത്ത മകളായിട്ടുള്ള അലോണയെ തട്ടിക്കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അവളുടെ ആ ഒരു മുറിയിലേക്ക് വരുന്നുണ്ട്. അവിടെ ചില മന്ത്രവാദങ്ങളൊക്കെ കാണിക്കുകയാണ്. എന്നാൽ ഇസബെല്ലയ്ക്ക് നേരത്തെ തന്നെ സംശയം തോന്നിയതുകൊണ്ട് അവൾ ഓടി നേരെ അലോണയുടെ മുറിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ അലോണയെ കാണാനില്ല. എന്നാൽ അവിടെ വെച്ച് മന്ത്രവാദം ചെയ്യുന്ന ഈ ഒരു ക്രൗൺ വിച്ചിനെ കാണുന്നുണ്ട്. അവിടുന്ന് കാക്കകൾ ഉപയോഗിച്ചുകൊണ്ട് അലോണയെ നേരത്തെ തന്നെ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു മന്ത്രവാദിയെ തടുക്കാൻ വന്ന നമ്മുടെ ഈ ഒരു ഇസബെല്ലയും അവൾ പിടിക്കാൻ നോക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടെന്ന് അറിയില്ല, ഈ മന്ത്രവാദിക്ക് ഇസബെല്ലയെ അവിടുന്ന് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എന്തായാലും വന്ന പണി നടന്നല്ലോ. പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിൽ നിന്നും അവൾ പറന്നു പോവാണ്. ശബ്ദമെല്ലാം കേട്ട് എല്ലാവരും ഓടി വന്നു നോക്കുമ്പോൾ അലോണയെ കാണാനില്ല. ഇസബെല്ലയാണെങ്കിൽ ബോധമില്ലാതെ നിലത്ത് കിടക്കുവാണ്. ഇവിടെ സീൻ കട്ടാവുകയാണ്. അടുത്ത സീനിൽ തട്ടിക്കൊണ്ടുപോയ അലോണയെ കാണിക്കുന്നുണ്ട്. ദുർമന്ത്രവാദിയുടെ ആ ഒരു കോട്ടയിലേക്ക് അവളെ കൊണ്ടുവന്നിരിക്കുകയാണ്. അവൾക്കിപ്പോ കണ്ണൊന്നും കാണാൻ വയ്യ, അത്രക്കും വൃദ്ധയായിട്ടുണ്ട്. പതിയെ വന്നിട്ട് നമ്മുടെ അലോണയെ തൊട്ടും തലോടി അങ്ങനെ നോക്കുകയാണ്. ഇവള് മതി, ഇത്രയും സുന്ദരിയായിട്ടുള്ള യങ് ആയിട്ടുള്ള ഈ പെൺകുട്ടി തന്നെയാണ് എന്റെ യൗവനം എനിക്ക് തിരിച്ചു തരാൻ പോകുന്നത്. പിന്നീട് അലോണ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാതിരിക്കാനായിട്ട് ഒരു മാന്ത്രിക ഗോളത്തിൽ അവൾ അടച്ചു വെക്കുകയാണ്. ഇതിനുശേഷം കൊട്ടാരത്തിൽ കാണിക്കുകയാണെങ്കിൽ ബോധമില്ലാതെ കിടന്നിരുന്ന നമ്മുടെ ഇസബെല്ലയ്ക്ക് ബോധം വന്നിട്ടുണ്ട്. അപ്പൊ അലോണയെ കുറിച്ച് ചോദിക്കുമ്പോൾ എന്താണോ ഇസബെല്ല കണ്ടേ ആ കാര്യങ്ങൾ ഇപ്പൊ എല്ലാവരോടും പറയുകയാണ്. അതായത് ഒരു ദുർമന്ത്രവാദി വന്നിട്ട് അലോണയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ചില ഭടന്മാര് വന്നിട്ട് രാജാവിനോട് ഒരു കാര്യം പറയാണ്. അതായത് നാടിന്റെ പല ഭാഗത്തും തീ പിടിച്ചിരിക്കുകയാണ്, ആരുടെയോ വ്യക്തമായ പദ്ധതിയാണിത്. ഇത് കേട്ട സമയത്തുണ്ടല്ലോ നമ്മുടെ ഇസബെല്ല പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇതുമായിട്ട് എന്തൊരു ബന്ധമുണ്ട്, അമ്മയ്ക്ക് അറിയാം ഏതാണ് ആ ഒരു മന്ത്രവാദി എന്ന്. കാരണം ആ മന്ത്രവാദി എന്നെ പിടിച്ച സമയത്ത് ചില കാര്യങ്ങളൊക്കെ എനിക്ക് കാണാൻ കഴിഞ്ഞു. രാവിലെയും സംശയാസ്പദമായ രീതിയിൽ ഞാൻ ഇവിടെ എന്തോ കാണുകയും ചെയ്തു. ഇവിടുത്തെ രാജ്ഞിയെ കുറിച്ചാണ് അവളിങ്ങനെ പറയുന്നത്, അമ്മയോ മകളോ എന്നതിലുപരി അതൊരു പൊസിഷനാണല്ലോ. എന്തായാലും ഇത് കേട്ട് രാജാവിന് ദേഷ്യം വരികയാണ്. രാജ്ഞിയോട് ഇങ്ങനെ സംസാരിക്കാൻ മാത്രം നിനക്ക് അത്രയ്ക്കും ധിക്കാരുണ്ടോ? എന്നാൽ പെട്ടെന്ന് തന്നെ രാജ്ഞി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണം, അവളെ കുറ്റം പറയണ്ട, അവൾ പറഞ്ഞത് ശരിയാണ്. ഇത് കേട്ടപ്പോ രാജാവും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? അങ്ങനെ രാജ്ഞി ആ രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ വിവാഹം കഴിച്ച സമയത്ത് കുറെ നാള് നമ്മൾ കാത്തിരുന്നല്ലോ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്. എനിക്ക് കുഞ്ഞുണ്ടാവില്ല എന്നുള്ള ഒരു തോന്നല് എനിക്കുണ്ടായി. അത് കാരണം അങ്ങനെ ഉപേക്ഷിക്കൂ എന്ന് തോന്നി. പിന്നീട് പല ആളുകളും പറഞ്ഞത് കേട്ട് ഞാൻ നേരെ കാട്ടിലേക്ക് പോയി ചില ദുർമന്ത്രവാദികളോട് സഹായം ചോദിച്ചു. അപ്പൊ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ദുർമന്ത്രവാദി എന്നെ സഹായിക്കാന്ന് പറഞ്ഞു. പക്ഷേ ഒരേ ഒരു ഡീല് മാത്രം, എനിക്ക് കുഞ്ഞുങ്ങൾ ഒരുപാട് ഉണ്ടാവും, എന്നാൽ ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞിനെ അവർക്ക് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ ആദ്യത്തെ കുഞ്ഞ്
കുഞ്ഞ് അവള് അലോണയല്ലേ, ആ കുഞ്ഞിനെ തരാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പലതവണ അവരിങ്ങോട്ടേക്ക് വന്നെങ്കിലും ഞാൻ സമ്മതിച്ചില്ല. അതുകൊണ്ടാണ് ഇതുപോലെ തട്ടിക്കൊണ്ടുപോയതെന്ന് പറയാണ്. ഇത് കേട്ട പാട് തന്നെ രാജാവ് പറയാണ്, ഭടന്മാരെ എല്ലാം തയ്യാറാക്കിക്കോ, രാജ്യത്തിന്റെ മുക്കും മൂലയിലും ഓരോ കാടുകളിലും പരിശോധിക്കാൻ പറയണം. ഇത് കേട്ടപാട് തന്നെ ഇസബെല്ല പറയുന്നുണ്ട്, അച്ഛാ ഞാനും തേടി ഇറങ്ങാൻ എന്റെ ചേച്ചിയെ, കാരണം അവളെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു മന്ത്രവാദി അവള് കാക്കയായിട്ടാണ് മാറുക. അങ്ങനെ മാറുന്ന സമയത്ത് അവളുടെ ദേഹത്തുനിന്ന് ഒരുപാട് തൂവലുകൾ കൊഴിഞ്ഞു വീഴാറുണ്ട്. അത് വെച്ച് നമുക്ക് ആ ഒരു ദുർമന്ത്രവാദിയെ കണ്ടുപിടിക്കാം. ഇത് കേട്ടപ്പോ രാജാവ് പറയാണ്, ആര്, നീയോ? നീ ആദ്യം പോയിട്ട് നിന്റെ പണി ചെയ്യേ, പന്നികളുടെ കൂടെയും ആടുകളുടെ കൂടെയും കാട്ടിലൂടെ ചെളിയിൽ പോയിട്ട് കളിക്കുക. ഈ പണിയൊക്കെ ഭടന്മാര് ചെയ്തോളും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇസബെല്ലെ ചെറുതായിട്ട് രാജാവ് ഒന്ന് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് അവൾക്ക് വിഷമാവുന്നുണ്ട്. അവളുടെ ഈഗോ അതൊന്ന് ഹേർട്ട് ആവുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ ചെറുപ്പം മുതൽ എങ്ങനെയാണല്ലോ, എന്നെയാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ അപമാനിക്കുന്നത്. ഇത് കേട്ടപ്പോ രാജാവിന് ദേഷ്യം വരികയാണ്. മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ, അലോണയ്ക്ക് പകരം നിന്നെയാണ് കൊണ്ടുപോകുന്നെങ്കിൽ എനിക്ക് യാതൊരു വിഷമം ഉണ്ടാവില്ലായിരുന്നു, സന്തോഷമാവുമായിരുന്നു. ഇതിപ്പോ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കേണ്ട, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയണം. പാവം ഇസബെല്ല ഇത് കേട്ട് വല്ലാതെ സങ്കടമായിട്ട് അവള് താഴേക്ക് പോവാണ്. എന്നൊരു കാര്യം ഉറപ്പിച്ചിരുന്നു, ചേച്ചിയെ ഞാൻ തന്നെ കണ്ടുപിടിക്കും. നേരെ താഴേക്ക് പോവാണ്, സാധനങ്ങളൊക്കെ പേക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവര് തൂവലുമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ കുമാരൻ പറയാണ്, നിന്റെ കയ്യിൽ എന്തോ ഒരു വ്യക്തമായ പദ്ധതിയുണ്ട്. അതെന്താ നോക്കിയിട്ട് അവളുടെ കയ്യിൽ ആ ഒരു തൂവല് മേടിക്കുകയാണ്. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ് അലോണ, അപ്പൊ അവളെ ഞാൻ തന്നെ രക്ഷപ്പെടുത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആ തൂവലും മേടിച്ച് കുതിരപ്പുറത്ത് അവൻ നേരെ കാട്ടിലേക്ക് പോവാണ്. എന്നാൽ ഇസബെല്ലയുടെ കയ്യിൽ വേറെയും ഒരു തൂവലുണ്ടായിരുന്നു. സോ ആ തൂവൽ കയ്യിൽ വെച്ചുകൊണ്ട് അവൾ ഒറ്റയ്ക്ക് തന്നെ കാട്ടിലേക്ക് പോവാണ്. കാടിനെ കുറിച്ച് ഇസബെല്ലയ്ക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ അവളങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ ഒരാൾ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. കാട്ടിലെ അവളുടെ കൂട്ടുകാരനായിട്ടുള്ള ആ ഒരു ചെന്നായിയാണ്. അപ്പൊ ഈ ഒരു ചെന്നായിയോട് അവള് പറയുന്നുണ്ട്, എന്റെ ചേച്ചിയെ കാണാതായിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ വേണ്ടി നീ എന്നെ സഹായിക്കണം. ഇതും പറഞ്ഞ ആ ഒരു തൂവല് അവനെ കൊണ്ട് മണപ്പിക്കുകയാണ്. അതിന്റെ ആ ഒരു സ്മെല്ല് കിട്ടിയ പാട് തന്നെ അവൻ നേരെ കാടിന്റെ ഒരു ഭാഗത്തേക്ക് പോവാണ്. അതിന്റെ പിന്നാലെ തന്നെ ഇസബെല്ലയും പോകുന്നുണ്ട്. ഇവിടെ സീൻ കെട്ട അടുത്ത സീനിൽ ആ മന്ത്രവാദിയുടെ കോട്ടയിൽ കാണിക്കുകയാണ്. മയക്കത്തിലാവുന്ന അലോണയ്ക്ക് ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. അവള് കണ്ണു തുറന്നു നോക്കുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്ഥലം. അതിനു പുറമെ രണ്ട് എന്താ പറയാ ചിത്രശലഭങ്ങൾ അതിലൂടെ അങ്ങനെ പറന്നു പോകുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവളുടെ ശ്രദ്ധ ഇപ്പോൾ ആ ഒരു ചിത്രശലഭത്തിന്റെ മേത്താണ്. എന്നാൽ പെട്ടെന്ന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സ്ഥലം അവിടെ എത്തിയപ്പോൾ ഇത് രണ്ട് കരിഞ്ഞു പോവാണ്. അതായത് അലോണ പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് ഈ ദുർമന്ത്രവാദികൾ അവിടെ ഒരു പ്രത്യേകതരം വലയുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അവൾ ഇതുപോലെ കത്തിപ്പോവും. പിന്നീട് ആ ഒരു കോട്ടയിലൂടെ അവൾ അങ്ങനെ നടക്കുകയാണ്. അതായത് ഒരു പ്രത്യേക ഭാഗത്താണ് ഈ ഒരു വലയുള്ളത്. അവിടെ ഒരുപാട് മാപ്പും കാര്യങ്ങളും ഒരുപാട് രാജ്യത്തിനെ കുറിച്ചുള്ള വിവരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇത് കണ്ട സമയത്ത് ആ ഒരു കാക്കമന്ത്രവാദി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയണം, നിന്റെ അമ്മയുമായിട്ട് ഞങ്ങൾക്കൊരു ഡീൽ ഉണ്ടായിരുന്നു. ആ ഡീൽ അത് നിന്റെ അമ്മ പാലിക്കാത്തത് കൊണ്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ രാജ്യം ഉണ്ടല്ലോ അതിനെ ഞങ്ങൾ 3 പേരും കൂടെ ഇല്ലാതാക്കാൻ പോവാണ്. വരുന്ന അമാവാസിയിൽ ഈ രാജ്യം മുഴുവനായിട്ടും ഇരുട്ട് അത് പടരുന്ന സമയത്ത് നിന്റെ ശരീരത്തെ ഞങ്ങൾ എടുക്കും. പിന്നീട് എന്റെ ചേച്ചി ഉണ്ടല്ലോ അവള് വളരെ ശക്തിയായിരിക്കും. എന്റെ ചേച്ചി ശക്തിയായി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തോൽപ്പിക്കാൻ ആരെ കൊണ്ടും കഴിയില്ല എന്ന് ഈ മന്ത്രവാദികൾ അറിയാത്ത ഇവരുടെ എതിരാളി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ്? നമ്മുടെ ഇസബെല്ല തന്നെ. ആ ഒരു കാക്കയുടെ തൂവലിന്റെ ആ ഒരു സ്മെല്ല് കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ചെന്നായുണ്ടല്ലോ അവൻ അങ്ങനെ കാട്ടിലൂടെ പോകുമ്പോൾ അവന്റെ പിന്നാലെയാണ് ഇസബെല്ല വരുന്നത്. അങ്ങനെ കാടിന്റെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് എത്തിയ സമയത്ത് അവളുടെ കയ്യിലേക്ക് ഒരു വല്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു വെളിച്ചം വരികയാണ്. അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നു, എന്തുകൊണ്ടാണ് ഈ ശക്തി ഉണ്ടായത് എന്നൊന്നും ഇസബെല്ലയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും അവർക്ക് അറിയുന്നില്ല. പിന്നീട് വീണ്ടും കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ കാടിന്റെ ഒരു ഭാഗത്തായിട്ട് ചില ശബ്ദങ്ങൾ കേട്ട് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുമാരൻ നേരത്തെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കാക്ക പോയ സമയത്ത് അതിന്റെ തോലുകൾ മുഴുവനായിട്ട് നിലത്ത് വീണെടുക്കുന്നു ഇസബെല്ല പറഞ്ഞായിരുന്നല്ലോ. സോ അത് വെച്ച് കാക്കയെ ഫോളോ ചെയ്തുകൊണ്ട് അവൻ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ തൂവലിവരെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ആ സമയത്ത് അവിടെ ഒളിച്ചിരുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുന്ന ഇസബെല്ല ഒരു കമ്പിൽ ചവിട്ടി ഒച്ച ഉണ്ടാവുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു മരത്തിന്റെ പിന്നിൽ ഒളിക്കുന്നുണ്ട്. എന്നാൽ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഒരു കത്തി എടുത്ത് അവൻ ഒരു ഏറ്റ ഏറിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുപോലത്തെ കത്തി ഇനിയും എന്റെ കയ്യിലുണ്ട്, ആരാണെങ്കിലും മര്യാദക്ക് പുറത്തു വന്നെന്ന്. ഇസബെല്ല പതിയെ പുറത്തേക്ക് വരുന്നുണ്ട്. ആഹാ, നീയായിരുന്നോ? ഞാൻ പറഞ്ഞല്ലേ അവൾ എന്റെ പെണ്ണാണ്, അവളെ രക്ഷിക്കുന്ന കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന്. ആ നിന്റെ പെണ്ണായിരിക്കും, പക്ഷെ അതിനു മുന്നേ എന്റെ ചേച്ചിയായിരുന്നു, നിരീക്ഷിക്കാൻ നോക്കിക്കോ, ഞാൻ എന്റെ വഴിക്ക് പോയിക്കോളാന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ഒരു ചെന്നായി വരികയാണ്. അതിനെ കണ്ടപാട് തന്നെ കുമാരൻ വേഗം ഇസബെല്ലെ പിറകിലാക്കിയിട്ട് നീ അങ്ങോട്ട് മാറിക്കുക, ഇതിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുകയാണ്. ഇതേ സമയത്തിന് ഇസബെല്ല നേരെ അവർ ചെന്നായുടെ അടുത്തേക്ക് ചെന്ന് അതിനിങ്ങനെ തലോടുകയാണ്. നീ പേടിക്കൊന്നും വേണ്ട, ഇതെന്റെ എന്താ പറയാ ഒരു ചങ്ങാതിയാണ്. ഓ ഇതാണല്ലേ അപ്പൊ നിന്റെ അച്ഛൻ പറഞ്ഞ ആ ഒരു ചങ്ങാതിമാര് കാടാണല്ലേ ശരിക്കും നിന്റെ വീട്? അതെ എന്ന രീതിയിൽ അവളിപ്പോ കുമാരനെ നോക്കുകയാണ്. ചെറുതായിട്ട് ഒന്ന് ആക്കിയ രീതിയിൽ. അല്ല നീ ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു ചെന്നായി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്റെ ചേച്ചിയെ കണ്ടുപിടിക്കാൻ പോവാണ്, എന്നാൽ ഞാനും നിന്റെ കൂടെ വരുന്നുണ്ടെന്ന് കുമാരൻ പറയുന്നുണ്ട്. കാരണം ഈ തൂവല് വെച്ച് ഇവിടം വരെ കുമാരന് വരാൻ പറ്റുന്നുള്ളൂ, ഇതിൽ കൂടുതലായിട്ട് അവന് പോകാനൊന്നും കഴിയുന്നില്ല. എന്നാ ഇപ്പൊ ഇസബെല്ല പറയണ, അയ്യോ വേണ്ട, നിങ്ങളൊക്കെ വലിയ രാജകുമാരന്മാരല്ലേ, കൊട്ടാരത്തിൽ മാത്രം താമസിക്കുന്ന ആൾക്കാർ, എന്റെ ചേച്ചിയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ഈ സമയത്ത് കുമാരൻ അവളോട് ക്ഷമ ചോദിക്കാൻ കേട്ടോ. സോറി ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്ക്, നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറയാണ്. അങ്ങനെ കാട്ടിലൂടെ ഇവർ രണ്ടുപേരും പോകുന്ന സമയത്ത് കുറച്ച് അകലെയായിട്ട് ഒരു കുതിരവണ്ടി കാണുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഈ കുതിരവണ്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും, അത് അടിച്ചു മാറ്റിയാലോ എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യാണ്. പക്ഷെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇതിന്റെ ആ ഒരു
ഓണർ നന്നായിട്ട് കുടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. ഇയാളുടെ മുഖത്ത് കുറച്ച് ഇച്ചിരി വെള്ളാക്കുന്നുണ്ട് കേട്ടോ. ഇയാൾ ചാടി എഴുന്നേൽക്കാണ്. ഇയാളുടെ കയ്യിലാണെങ്കിൽ കുറെ എലികൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ എഴുന്നേൽപ്പിച്ച ആ ഒരു ദേഷ്യത്തിൽ കുമാരന്റെ ദേഹത്തേക്ക് ഈ എലികൾ ഇടുകയാണ്. ഇതാണ് എന്റെ ശിക്ഷ എന്ന് പറഞ്ഞിട്ട് കുമാരന് നല്ല അറപ്പാകുന്നുണ്ട്. ഒരു വിധത്തിൽ ആ ഒരു എലിയെല്ലാം തൂക്കിയെടുത്ത് എറിയാണ്. ഇതേ സമയത്തിന് കുമാരൻ പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒരു കുതിരവണ്ടി ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് വേണം. എന്റെ കൂടെ ഈ നിൽക്കുന്ന ഈ പെൺകുട്ടി ഇത് മറ്റാരുമല്ല, ഈ രാജ്യത്തിന്റെ രാജകുമാരിയാണ്. ഇയാൾ കുറച്ചു നേരം ഇപ്പോ നമ്മുടെ ഇസബല്ലയെ നോക്കിയിട്ട് തലയും കുനിച്ച് ഹുസൂർ എന്ന് പറയാണ്. പിന്നെ അങ്ങോട്ടേക്ക് പൂരെ ചെരിയാട്ടോ രാജകുമാരി ഇതും പറഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇയാളെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇസബല്ലയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആരും ഒരു രാജ്യത്തിന്റെ രാജകുമാരി എന്ന് പറയില്ല. ഇയാൾ ഇങ്ങനെ കിടന്ന് ചിരിക്കാൻ തുടങ്ങി കേട്ടോ. ഇത് കണ്ട സമയത്ത് ഇസബല്ലയ്ക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരെ കത്തി എടുക്കാണ്. ഇവനൊരു മരത്തിലേക്ക് കുത്തി അങ്ങോട്ട് പിടിക്കുകയാണ്. കഴുത്തിൽ കത്തി വെച്ചിട്ട് പറയണം, ഈ വണ്ടി ചോദിച്ചാല് അത് തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. വെറുതെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്വർണ്ണ നാണയം എടുത്തു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടപാട് തന്നെ ഇയാളുടെ വായ കൊണ്ട് അത് മേടിക്കുകയാണ്. ഇത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അങ്ങനെ ഈ കുതിരക്കാരനെയും കൂട്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും പിന്നീട് മുന്നോട്ടേക്ക് പോകുന്നത്. അല്ല, നിങ്ങൾ എന്തിനാ ഈ കാട്ടിലേക്ക് പോകുന്നതെന്നിപ്പോ ഇസബല്ലയോട് ചോദിച്ചപ്പോൾ ഇസബല്ല കാര്യങ്ങൾ പറയണ, എന്റെ ചേച്ചിയാണ് രാജകുമാരി, അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ പോകണം. ഞാൻ വിശ്വസിച്ചു എന്ന രീതിയിൽ ഇതൊന്നും വിശ്വസിക്കാതെ ഈ കുതിരക്കാരൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ കുമാരനോട് ഇയാൾ വീണ്ടും ചോദിക്കണം, അല്ല നിങ്ങൾക്ക് എന്താ ഇവളെ പോലെ തന്നെ വട്ടുണ്ടോ? നിങ്ങളെ കണ്ടിട്ടൊരു മാന്യനായിട്ട് തോന്നുന്നുണ്ട്, എന്തിനാ ഈ ഭ്രാന്തിയുടെ കൂടെ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ കുമാരൻ പറയാണ്, തട്ടിക്കൊണ്ടുപോയ ആ ഒരു കുമാരിയെ ഞാനാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. ഓ, അപ്പൊ നിങ്ങളൊരു കുമാരനാണല്ലേ? ഇതും പറഞ്ഞ് കുമാരനെയും കളിയാക്കുകയാണ് ഈ കുതിരക്കാരൻ. ഒന്നാമത് ഇയാൾ നല്ലൊരു കുടിയനാണ്, മദ്യപിച്ച് ഒരു പകുതി ബോധമില്ലാത്ത അവസ്ഥയിലാണ്. അപ്പൊ ഇവനിങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും കാശ് വന്നതല്ലേ, നിങ്ങൾ പറയുന്ന പണി ഞാൻ ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കാര്യം അറിയോ, ഞാനൊരു ദുർമന്ത്രവാദിയാണ്. നിങ്ങൾക്ക് രാജകുമാരിയും രാജകുമാരനാവാണെങ്കിൽ എനിക്കും അങ്ങനെ ആവാന്ന് പറയണം. അങ്ങനെ ആ കാട്ടിലൂടെ ഇവർ പോകാൻ നിൽക്കുമ്പോൾ ഇതിന്റെ പല ഭാഗത്തായിട്ട് കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? ആ ദുർമന്ത്രവാദികളാണ്. ഇപ്പൊ കൊട്ടാരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രാജാവ് വളരെ വിഷമത്തിലാണ്. കാരണം അലോണയെ അത്രയ്ക്ക് ഇഷ്ടമാണ് രാജാവിന്. അതിന് പുറമെ അലോണ വരച്ച ഒരുപാട് ചിത്രങ്ങളുണ്ടല്ലോ, അതെല്ലാം നോക്കി ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് രാജ്ഞി വന്നിട്ട് രാജാവിനോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചില നുണകളൊക്കെ ചെയ്തത് വലിയ തെറ്റാണ്, എന്നോട് പൊറുക്കണം എന്നൊക്കെ പറയാണ്. ഈ സമയത്ത് രാജാവ് വേറൊരു ട്വിസ്റ്റ് കൊടുക്കുകയാണ്. നിന്നോട് ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു വലിയ രഹസ്യം ഞാൻ നിന്നോട് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. അതെന്താണെന്ന് രാജ്ഞി ചോദിച്ചപ്പോൾ അന്ന് ആ പ്രസവത്തിന്റെ സമയത്ത് പെട്ടെന്ന് രാജ്ഞിക്ക് തീരെ വയ്യാതെയായിട്ട് മരിച്ചതുപോലെ ആവുകയാണ്. എല്ലാവരും മരിച്ചു എന്ന് കരുതി. എന്നാൽ അത്ഭുതകരമായിട്ട് അവളുടെ ജീവൻ തിരിച്ചു കിട്ടി. ആദ്യമായിട്ടൊരു കുഞ്ഞിനെ അവൾ പ്രസവിച്ചു, രണ്ടാമത് ഒന്നിനെ പ്രസവിച്ചു. എന്നാൽ ആദ്യത്തെ കുഞ്ഞിനേക്കാൾ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് രണ്ടാമത്തെ കുഞ്ഞായിരുന്നു. അതാണ് അലോണ. അതുകൊണ്ട് ഞാൻ അവളെ കയ്യിലേക്ക് എടുത്തു. വേറെ ആരോടും ഈ ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞു. മാത്രമല്ല അലോണയെ ഞാൻ മൂത്ത മകളായിട്ട് കണ്ടു. കാണാൻ കുറച്ചധികം ഭംഗി അവൾ ആയതുകൊണ്ട് തന്നെ. അതായത് മൂത്ത മകള് അത് അലോണയല്ല, പകരം അത് നമ്മുടെ ഇസബല്ലയാണ്. രാജാവ് ഇപ്പൊ ചെറുപ്പം മുതലേ അല്ലെങ്കിൽ ജനിച്ച പാട് തന്നെ ഈ ഒരു വേർതിരിവ് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇസബല്ല കൊട്ടാരത്തിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അവൾ ഇതുപോലെ ആവാനുള്ള കാരണക്കാരൻ അത് രാജാവ് തന്നെയാണ്. ഒരിക്കലും മക്കളെ സൗന്ദര്യത്തിന്റെ പേരിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലോ രണ്ടായി കാണുന്നത് അത് രാജാവായാലും ശരി മന്ത്രി ആയാലും ശരി മഹാവൃത്തികെട്ട പരിപാടിയാണ്. ആ വൃത്തികെട്ട പരിപാടി രാജാവ് ചെയ്തിട്ടുമുണ്ട്. അതിന്റെ പേരിലാണ് മൂത്ത കുട്ടികൾ ആരാണെന്ന് ഈ മന്ത്രവാദികൾക്ക് മനസ്സിലാവാതിരുന്നത്. ശരിക്കും മൂത്ത ആള് അത് മറ്റാരുമല്ല, നമ്മുടെ ഇസബല്ല തന്നെയാണ്. അവളാണ് തിരഞ്ഞെടുക്കപ്പെട്ട ആള്. അതുകൊണ്ട് തന്നെ അവളുടെ ഉള്ളിൽ ചില ശക്തികളുമുണ്ട്. നേരത്തെ തന്നെ നമ്മളൊരു കാര്യം കണ്ടതാണ്. അതായത് അവളുടെ ഉള്ളിൽ വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നത്, ഒരു പ്രത്യേകതരം വെളിച്ചൊക്കെ ഇങ്ങനെ പോകുന്നത്. അതിന്റെ കാരണം ഇതാണ്. പിന്നീട് ഈ ദുർമന്ത്രവാദിയുടെ കോട്ടയിൽ കാണിക്കുകയാണ്. അവിടെ തന്നെ നമ്മുടെ അലോണ, അവള് ഭക്ഷണമൊന്നും കഴിക്കാതെ പട്ടിണി എടുക്കുകയാണ്. ഈ സമയത്ത് ദുർമന്ത്രവാദി വന്നിട്ട് പറയാം, മര്യാദക്ക് ഭക്ഷണം കഴിച്ചോ, നീ ആരോഗ്യത്തിൽ ഇരുന്നാൽ മാത്രമേ ഈ മന്ത്രവാദം ഞങ്ങളെ കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മര്യാദക്ക് കഴിക്കടി എന്ന് പറഞ്ഞിട്ട് അവളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഫുഡ് കഴിപ്പിക്കുകയാണ്. എന്നാൽ ദൂരെ നിന്നും ഈ ഒരു കാര്യം നമ്മുടെ ആ ഒരു ക്രോവിച്ച് അതുപോലെ തന്നെ അവളുടെ ആ ഒരു മറ്റേ സഹോദരിയായിട്ടുള്ള മന്ത്രവാദിയും കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാക്ക മന്ത്രവാദിക്ക് ഒരു സംശയം പോലെ, അതായത് മൂത്ത മകള് ഇവള് തന്നെയാണോ? എനിക്ക് എന്തോ ഒരു സംശയം ഉണ്ട് കേട്ടോ. കാരണം അലോണയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഇസബല്ല വന്നായിരുന്നല്ലോ. അവളെ പിടിക്കാൻ നോക്കിയ സമയത്ത് ഈ ഒരു കാക്ക മന്ത്രവാദിക്ക് അത് പറ്റിയില്ല. അവളുടെ ഉള്ളിൽ എന്തോ ഒരു പവർ ഉള്ളതുപോലെ തോന്നിയായിരുന്നു. പക്ഷെ അവളുടെ ദൗത്യം അതല്ലാത്തത് കൊണ്ടാണ് ഇസബല്ലയെ പിടിക്കാതെ കോട്ടയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അപ്പോ ഇപ്പൊ ഈ ഒരു കാക്ക മന്ത്രവാദി പറയുന്ന കാര്യം എനിക്ക് തോന്നുന്നു മിക്കവാറും തെരഞ്ഞെടുക്കപ്പെട്ട ആള് അല്ലെങ്കിൽ മൂത്ത മകള് അതായിരിക്കണം. അതുകൊണ്ടല്ലേ അവളുടെ ഉള്ളിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടായത്. നമ്മളിപ്പോ തട്ടിക്കൊണ്ടുവന്നത് രണ്ടാമത്തെ മകളെ ആയിരിക്കണം. ഇത് കേട്ടപ്പോ മറ്റേ മന്ത്രവാദി പറയാണ്, നീ എന്തെങ്കിലും ചെയ്ത് അവളെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. കാരണം നമുക്കൊരു നിലനിൽപ്പ് വേണമെങ്കിൽ അത് നമ്മുടെ ചേച്ചിക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. നീ വേഗം പോയിട്ട് അവളെയും കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്നത് കാട്ടിലാണ്. ആ ഒരു കള്ളുകുടിയന്റെ കൂടെ ഇവർ ആ ഒരു കുതിരവണ്ടിയിൽ കാട്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ കാലാവസ്ഥ പെട്ടെന്ന് അങ്ങോട്ട് മാറിപ്പോവാണ്. ശക്തമായ കാറ്റും അതുപോലെ തന്നെ തണുപ്പും, അവർക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ഒരു കുതിരക്കാരൻ പറയാണ്, തൊട്ടപ്പുറത്തായിട്ടൊരു ഷാപ്പ് ഉണ്ട്, നമുക്ക് നേരെ അവിടെ പോയിട്ട് ഇന്ന് രാത്രി അവിടെ തങ്ങാന്ന് പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കാലാവസ്ഥ വളരെ മോശമാണെന്ന്. അതുപോലെ തന്നെ ഒരു മിടിമിന്നൽ പെട്ടെന്ന് അവിടെ ഉണ്ടാവുകയാണ്. അത് ഈ കുമാരന്റെ ദേഹത്തേക്കാണ് വന്നത്. അതിന് മുന്നേ ആയിട്ട് ഇസബല്ല പോയിട്ട് അവനെ തട്ടി മാറ്റിയിടുകയാണ്. അതുകൊണ്ട് മാത്രം അവന്റെ ജീവൻ പോയില്ല കേട്ടോ. എന്നാൽ താഴേക്ക് ഇങ്ങനെ വീണ സമയത്ത് മുഖത്തോട് മുഖത്തായിട്ട് അവളിങ്ങനെ തൊട്ടടുത്ത് കണ്ട സമയത്ത് എന്തോ അവന്റെ ഉള്ളിൽ ഒരു ഫീല് തോന്നുകയാണ്. അതായത് ഒരു റൊമാൻസ് അവിടെ വർക്കാവുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇതിനുശേഷം ഇവർ മൂന്നുപേരും കൂടെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു
ഷാപ്പിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ വന്ന പാടിനെ കുതിരക്കാരൻ മറ്റേ ഡ്രം പോലെ തോന്നിക്കുന്ന ഒരു ബോട്ടിലുണ്ടല്ലോ അതെടുത്ത് കുടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്താണെങ്കിൽ നമ്മുടെ കുമാരൻ ഇപ്പോൾ ഇസബല്ലയ്ക്ക് നല്ല റെസ്പെക്ട് കൊടുക്കുകയാണ്. കാരണം അവന്റെ ജീവൻ രക്ഷപ്പെടാൻ കാരണക്കാരി ആരാണ്? നമ്മുടെ ഈ ഒരു ഇസബല്ലയാണ്. ഞാൻ നിന്നെ കുറെ അപമാനിച്ചിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ട്, പക്ഷേ നീ അങ്ങനെയൊന്നുമല്ല. നീ ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളാണ്. നിന്നെ മനസ്സിലാക്കാൻ ഞാനൊരു അല്പം വൈകിപ്പോയി കേട്ടോ, ക്ഷമിക്കണം എന്നൊക്കെ പറയണം. പിന്നീട് രണ്ടുപേരും കൂടെ ചെറുതായിട്ട് മദ്യപിക്കുന്നുണ്ട്. അത് കുറച്ച് ഓവറായപ്പോൾ രണ്ടുപേരും കിടന്ന് അവർ നൃത്തം ചെയ്യാൻ തുടങ്ങുകയാണ്. അതിന് പുറമെ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാണ്. എന്നാൽ ഇതെല്ലാം നശിപ്പിക്കുന്ന രീതിയിൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ വരുന്നുണ്ട്. കാട്ടിലെ ദുർമന്ത്രവാദിയായിട്ടുള്ള ആ കാക്കമന്ത്രവാദി തന്നെ. അവൾ വന്ന പാട് തന്നെ എല്ലാവരും നിശബ്ദരായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. വന്ന പാട് തന്നെ ഈ മന്ത്രവാദി പറയുന്നുണ്ട്, ഇനി ഞാൻ നിന്നെ വിടില്ലടി, ഇന്ന് ഞാൻ നിന്നെ കൊണ്ടുപോയിരിക്കുന്നു പറഞ്ഞിട്ട് നേരെ വന്നിട്ട് ഇസബല്ലയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നാൽ അവളുടെ ഉള്ളിൽ ഓൾറെഡി ഒരു പവർ ഉണ്ടല്ലോ, അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ ഈ കാക്കമന്ത്രവാദിക്ക് അവളെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ മന്ത്രവാദി ഇസബല്ലയെ തൊട്ട സമയത്ത് തന്നെ എന്താണ് ഈ മന്ത്രവാദികൾ ചെയ്യാൻ പോകുന്നത്, അവർ സംസാരിച്ച കാര്യങ്ങൾ ഇതെല്ലാം ഇസബല്ലയ്ക്ക് മനസ്സിലാവാണ്. വരുന്ന അമാവാസിയിൽ രാജാവിന്റെ മൂത്ത മകളുടെ ശരീരം എടുത്തുകൊണ്ട് ഇവരുടെ എല്ലാം തലവത്തിയായിട്ടുള്ള ആ ഒരു ദുർമന്ത്രവാദി ഉണ്ടല്ലോ, അവളുടെ ശരീരത്തെ വീണ്ടും യങ് ആക്കണം. അതിനുവേണ്ടിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ കാട്ടിൽ വെച്ചിട്ട് ഇസബല്ലയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ശക്തി ഇതെല്ലാം ഇസബല്ലയ്ക്ക് ഈ ഒരു തൊടലിലൂടെ മനസ്സിലാവുന്നുണ്ട്. അതോട് കൂടിയിട്ട് അവളുടെ ഉള്ളിൽ ആ ഒരു ശക്തി പുറത്തേക്ക് വരികയാണ്. ആ ശക്തി താങ്ങാനായിട്ട് ഈ കാക്കമന്ത്രവാദിക്ക് പറ്റിയില്ല കേട്ടോ. അവൾ പൂർണ്ണമായിട്ട് ഒരു കാക്കയായിട്ട് ശക്തി ക്ഷയിച്ചു പോയി അവിടുന്ന് പറന്നു പോവാണ്. നമ്മുടെ ഒരു ഇസബല്ലയാണെങ്കിൽ തെറിച്ച് വീഴുന്നുണ്ട്. വീണപാട് തന്നെ അങ്ങോട്ടേക്ക് ഒരു ഷാളുമായിട്ട് നമ്മുടെ കുമാരൻ ഓടി ചെന്ന് പുതപ്പിച്ചു കൊടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട്. എല്ലാം ഒരു ഇച്ചിരി സമയം കൊണ്ട് നടന്നു കേട്ടോ. എല്ലാവരും ആ ഒരു അമ്പരപ്പിൽ നിൽക്കുകയാണ്. ഇതിനിടയിൽ ആ ഒരു കുതിരക്കാരൻ നോക്കിയിട്ട് പറയണു, അയ്യോ ഇവര് പറഞ്ഞ ശരി തന്നെയാണ്, കുമാരനും കുമാരി ആയിരിക്കും ഇത്. എന്റെ ദൈവമേ, അതിർത്തി മാറി വെടിവെച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാളെ നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാ വേണം. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഇപ്പൊ നേരെ നമ്മുടെ ഇസബല്ലയ്ക്ക് എതിരായിട്ട് നിൽക്കുകയാണ്. ഇവരുടെ ആയുധങ്ങളൊക്കെ എടുക്കുകയാണ്. ഇപ്പൊ വന്നതൊരു ദുർമന്ത്രവാദിയാണെങ്കിൽ നീയും ഒരു ദുർമന്ത്രവാദിയാണ്, നിന്നെ ഞങ്ങൾ കൊല്ലാതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആയുധങ്ങൾ എടുത്തുകൊണ്ട് ഇസബല്ലയെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാൽ കുമാരൻ അവൻ ധൈര്യശാലിയായിട്ടുള്ള ഒരു യോദ്ധാവാണ്. അവന്റെ കയ്യിൽ നല്ലൊരു വാളുണ്ട്. വാള് പുറത്തേക്ക് എടുക്കുകയാണ്. ഒരാളെങ്കിലും ഇവിടെ തൊട്ടാണ്ടല്ലോ തല കാണില്ല എന്ന് പറഞ്ഞിട്ട് ഇസബല്ലയും കൂട്ടി നേരെ ആ ഒരു ഷാപ്പിന്റെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്നാൽ എല്ലാ ആൾക്കാരും ആയുധം എടുത്ത് അങ്ങനെ നിൽക്കുകയാണ്. കാരണം അന്നത്തെ കാലത്ത് ഈ മന്ത്രവാദികൾ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്, കയ്യിൽ കിട്ടിയ കൊന്നുകളയും. അതുകൊണ്ടാണ് ഇസബല്ലയും ഇവര് സംശയത്തിന്റെ പേരിൽ കൊല്ലാൻ വരുന്നത്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു കുതിരക്കാരനുണ്ടല്ലോ, അവൻ വണ്ടിയുമായിട്ട് കറക്റ്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. കുമാരി ചാടി കയറിക്കോ എന്ന് പറയാണ്. അങ്ങനെ ഈ കുതിരക്കാരൻ ഇവര് രണ്ടുപേരെയും ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. ഇതിനുശേഷം ആ ഒരു കോട്ടയിൽ കാണിക്കുകയാണ്. ആ ഒരു കാക്കമന്ത്രവാദി നമ്മുടെ ഇസബല്ലയോട് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയായിരുന്നല്ലോ. അപ്പൊ അവിടെ വന്നിട്ട് അവൾ ആ ഒരു ദേഷ്യത്തിലാണ്. ഈ ഒരു കാര്യം അവളുടെ സഹോദരിയോട് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ള ആ ഒരു ദുർമന്ത്രവാദി ഇത് കേൾക്കുന്നുണ്ട്. അവൾക്ക് ഈ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇത് അനിയത്തിയാണെങ്കിൽ ചേച്ചി എവിടെ? ചേച്ചി അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയോ, മൂത്ത രാജകുമാരി അവളില്ലാതെ ഈ ചടങ്ങ് നമ്മൾക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. എന്റെ പഴയ ശക്തി എനിക്ക് കിട്ടില്ല. അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കൊരു ലൈഫില്ല. ഇത് കേട്ടപ്പോ ബാക്കിയുള്ള ആ ഒരു രണ്ട് മന്ത്രവാദികൾ പേടിച്ചു പോവാണ്. എന്നാൽ ഒന്ന് ചിരിച്ചുകൊണ്ട് ഈ ദുർമന്ത്രവാദി പറയാണ്, അല്ല ഈ അലോണയെ തേടിക്കൊണ്ട് അവൾ വരുന്നുണ്ട് എന്നല്ല പറഞ്ഞത്. അപ്പൊ ഒരു വിദ്യയുണ്ട്, ഇവള് നമുക്കൊരു ചൂണ്ടയായിട്ട് ഉപയോഗിക്കാം. ആ ചൂണ്ടയിലെ എര അത് അലോണയാണ്. അലോണയെ തേടി അവൾ ഇങ്ങോട്ടേക്ക് വരും. നമുക്ക് അവളെ പിടിക്കുകയും ചെയ്യാം. ഇവിടെ വെച്ച് ചടങ്ങ് പൂർത്തിയാക്കാനും പറ്റും. വരുന്ന അമാവാസി അതുവരെ മാത്രമേ നമുക്ക് സമയമുള്ളൂ. അതിനുള്ളിൽ ഈ ചടങ്ങ് എന്തായാലും പൂർത്തിയാക്കണം. അടുത്ത സീനിൽ കാണിക്കുന്നത് ബോധമില്ലാത്ത നമ്മുടെ ഇസബല്ലയാണ്. കാരണം ഷാപ്പിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായല്ലോ, അതോടുകൂടിയിട്ട് അവളുടെ ബോധം നഷ്ടമായിട്ടുണ്ടായിരുന്നു. അവളെയും കുതിരവണ്ടിയിൽ കയറ്റിക്കൊണ്ടാണ് ഇപ്പൊ കുമാരനും അതുപോലെ തന്നെ ആ ഒരു കുതിരക്കാരനും പോകുന്നത്. അപ്പൊ കുതിരക്കാരൻ ചോദിക്കുന്നുണ്ട്, ആ ബോധമില്ലാതെ കിടക്കുന്ന പെണ്ണ് അവളൊരു മന്ത്രവാദിയാണോ? എന്നാൽ കുമാരൻ പറയണ മന്ത്രവാദിയൊന്നുമല്ല, റെസ്പെക്റ്റോട് കൂടിയിട്ട് സംസാരിച്ചോ, അതൊരു കുമാരിയാണ്. എന്നാൽ ഒരു കുമാരിയാണെന്ന് ഈ ആൾക്ക് വിശ്വസിക്കാനും പറ്റുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ഇസബല്ലയ്ക്ക് ബോധം വരുന്നുണ്ട്. അവളെ ചാടി എഴുന്നേൽക്കുകയാണ്. വേഗം തന്നെ ആ കോട്ടയിലേക്ക് ഈ കുതിരവണ്ടി കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. കാരണം വളരെ കുറഞ്ഞ ദിവസമുള്ളൂ അമാവാസിക്കായിട്ട്. ആ ദിവസത്തിനുള്ളിൽ അലോണയെ രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അലോണയെ അവർ കൊന്നുകളയും. അവളുടെ ശരീരം എടുക്കാനാണ് അവരുടെ ആ ഒരു പദ്ധതി. എന്നാൽ ഇതേ നേരം തന്നെ നമ്മുടെ ഇസബല്ലയ്ക്ക് ചില സംശയങ്ങൾ, ഉള്ളിലൊരു തോന്നൽ വരികയാണ്. വേട്ടക്കാർ നമ്മളെ പിടിക്കാനായിട്ട് ആരോ പിന്നാലെ വരുന്നുണ്ട്. ആ വരുന്ന ആൾക്കാരെയും അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അവളുടെ ആ ഒരു ഉൾക്കാഴ്ചയിലൂടെ. മറ്റാരുമല്ല, ബാറിൽ ഉണ്ടായിരുന്ന ആ ആൾക്കാരുണ്ടല്ലോ, അവര് തന്നെ ഇസബല്ലയെ കൊല്ലണം എന്ന് പറഞ്ഞ് ആയുധമായിട്ട് വന്നില്ല, ആ മൊട്ട തന്നെ. അതായത് പോകെ പോകെ ഇസബല്ലയുടെ ഉള്ളിൽ ആ ഒരു ശക്തി അത് പതിയെ പതിയെ പുറത്തേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പിന്നാലെ വേട്ടക്കാർ വരുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം പറഞ്ഞപ്പോൾ കുമാരൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. കുറച്ചു നേരം കഴിഞ്ഞു ഇവരുടെ ആ ഒരു കുതിരവണ്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോ ഇസബല്ലയെ കൊല്ലാനായിട്ട് കുറച്ച് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നു പറഞ്ഞില്ലേ, അവർ അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവിടെ എത്തിയ പാട് തന്നെ മന്ത്രവാദി വിളിക്കുന്നുണ്ട് ഇവർ. എന്നാൽ ആ കുതിരവണ്ടിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നത് നമ്മുടെ കുമാരനാണ്. ആരെയാണ് നിങ്ങൾക്ക് വേണ്ടത്? നിന്റെ കൂടെയുള്ള ആ ഒരു പെൺകുട്ടിയുണ്ട്, മര്യാദക്ക് അവളെ ഇറക്കി വിട്ടോ. ഇവിടെ വെച്ച് അവളെ കൊന്ന് കൊലവിളിച്ചിട്ടില്ലാതെ ഞങ്ങൾ പോവില്ല. അവളൊരു ദുർമന്ത്രവാദിയാണ്. ഇത് കേട്ട സമയത്ത് കുമാരൻ പറയാണ്, എന്നെ തീർക്ക് നിങ്ങൾ ആദ്യം, എന്നിട്ട് അവളെ തൊട്ടാ മതി എന്ന് പറഞ്ഞിട്ട് വാളുമായിട്ട് കുമാരൻ ചാടി ഇറങ്ങാണ്. നല്ല ഉഗ്രൻ യോദ്ധാവാണ്. 5-6 പേരുണ്ട് കേട്ടോ. ഇവരോട് ഒറ്റയ്ക്ക് നിന്ന് പോരാടാണ് നമ്മുടെ കുമാരൻ. എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇസബല്ല പിന്നെ ആ ഒരു കുതിരക്കാരെ ഇവരെ നോക്കുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ആ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം എന്താണെന്ന് മനസ്സിലായില്ലേ? ഈ വരുന്ന ആൾക്കാരുടെ ദിശ
മാറ്റം മാറ്റി അവരുടെ ശ്രദ്ധ മാറ്റി ആ ഗ്യാപ്പിന് കോട്ടയിലേക്ക് പോകാനാണ് ഇവരുടെ പദ്ധതി. ഇപ്പൊ കുമാരനാണെങ്കിലോ അവരോട് നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇസബല്ലയുടെയും അതുപോലെ തന്നെ കുതിരക്കാരനെയും കാര്യം നോക്കുകയാണെങ്കിൽ ആ കോട്ടയിലേക്ക് കയറല് അത് എത്ര എളുപ്പമായിട്ടുള്ള നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. വളരെ ചെരിഞ്ഞു നിൽക്കുന്ന പല ഭാഗവും കയറേണ്ടതുണ്ട് കേട്ടോ. രണ്ടുപേരും കഷ്ടപ്പെട്ട് അങ്ങനെ കയറുകയാണ്. ഒരു വിധത്തില് ഇസബെല്ല മുകളിലേക്ക് എത്താനായിട്ടുണ്ട്. എന്നാൽ കുതിരക്കാരന്റെ കൈ വിട്ടു പോവാണ്. ഇയാൾ താഴേക്ക് നിലംപൊത്തി വീഴുന്നുണ്ട്. അയാളുടെ മരണം കൺമുന്നിൽ കണ്ടു കേട്ടോ. ഞാൻ എന്തായാലും മരിക്കാൻ പോവാണ്, ദൈവമേ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈ നിവർത്തി ഇയാൾ താഴേക്ക് അങ്ങനെ പോവാണ്. എന്നാൽ അപ്പോഴേക്ക് മുകളിലേക്ക് കയറിയ ഇസബെല്ല അവളുടെ ഉള്ളിൽ ആ ഒരു മാജിക്കൽ പവർ ഉണ്ടല്ലോ, ആ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാന്ത്രിക കൈ പോലെയായിട്ട് ഇയാൾ പോയിട്ട് ആ ഒരു ശക്തി പിടിക്കുകയാണ്. ഇത് കണ്ട് കുതിരക്കാരൻ ആകെ ഞെട്ടിപ്പോവാണ്. അവസാനം നമ്മുടെ ഇസബെല്ല ഉണ്ടല്ലോ അവളുടെ ആ ഒരു മാന്ത്രിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് കുതിരക്കാരനെ മുകളിലേക്ക് വളരെ സേഫ് ആയിട്ട് തന്നെ കൊണ്ടുവരികയാണ്. ഇതേ നേരം കുമാരനെ നോക്കുകയാണെങ്കിൽ ആ വേട്ടക്കാരെ മുഴുവൻ തോൽപ്പിച്ച് അവനും ഇങ്ങോട്ടേക്ക് വന്ന് ഇവരുടെ കൂടെ ജോയിൻ ആകുന്നുണ്ട്. ഇതിനുശേഷം ഇവർ മൂന്നുപേരും ഇസബെല്ല, ഈ കുതിരക്കാരൻ, പിന്നെ നമ്മുടെ കുമാരൻ കോട്ടയുടെ ആ ഒരു ഗേറ്റിന്റെ മുന്നിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട്. ആ നേരം ഉണ്ടല്ലോ ഇസബെല്ലയുടെ കയ്യിലെ ആ ഒരു മാജിക്കൽ പവറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ കുമാരനോട് ചോദിക്കുന്നുണ്ട്, ആ കള്ളിഷാപ്പിലെ ആൾക്കാർ പറഞ്ഞതുപോലെ ഞാനും ഒരു മന്ത്രവാദിയാണോ? ഇപ്പൊ കുമാരൻ പറയണ ഒരു കാരണവശാലും അല്ല, ഈ നാട്ടിലെ രാജാവിന്റെ മകളാണെന്ന്. അതിനേക്കാൾ ഉപരിയായിട്ട് ചേച്ചിയെ സ്നേഹിക്കുന്ന നല്ലൊരു അനിയത്തിയാണെന്ന്. കുറെ മൃഗങ്ങളും പക്ഷികളും എല്ലാം ചങ്ങാതിമാരായിട്ടുള്ള നല്ലൊരു പെണ്ണാണെന്ന്. നീ ഒരിക്കലും ഒരു ദുർമന്ത്രവാദി ആകാൻ പോകുന്നില്ല. നമുക്ക് അധികം നേരം സമയമല്ല, വേഗം നിന്റെ ചേച്ചിയെ രക്ഷപ്പെടുത്തണ്ടേ, നമുക്ക് പോണ്ടേന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു കോട്ടയുടെ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ കുതിരക്കാരൻ ഭയമുള്ളത് കൊണ്ട് തന്നെ അവൻ ഇവിടെ നിൽക്കണം, നിങ്ങൾ പോയിട്ട് വന്ന് പറയണം. ഇപ്പൊ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ചടങ്ങ് അത് പൂർത്തിയാക്കാൻ വേണ്ടി പോകണം. പക്ഷെ അതിനായിട്ട് തന്നെ ഈ കോട്ടയുടെ ചുറ്റും ഒരു പ്രത്യേകതരം വല ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അത് മുഴുവനായിട്ടും ഈ മന്ത്രവാദികൾ തൽക്കാലത്തേക്ക് അത് ഇല്ലാതാക്കി കളയാം. എന്നാൽ മാത്രമല്ലേ ഇസബെല്ലയ്ക്കും കുമാരനും ഉള്ളിലേക്ക് വരാൻ പറ്റുള്ളൂ, എന്നാലല്ലേ അവരെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവരുടെ ഈ ഒരു പദ്ധതിയും കാര്യങ്ങളൊക്കെ അലോണ കേൾക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തണം. അപ്പൊ ഉറക്കനെ അലോണ വിളിച്ചു പറയുന്നുണ്ട്, നിന്നെയാണ് ശരിക്കും ഇവര് ട്രാപ്പ് ചെയ്യാൻ നോക്കുന്നതെന്നൊക്കെ. ഇസബെല്ല ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് പരമാവധി ഒച്ച വെച്ച് അവൾ പറയാൻ നോക്കുമ്പോഴേക്കും മന്ത്രവാദികൾ അവളുടെ ശബ്ദത്തെ ഇല്ലാതാക്കാണ്. അതുകൊണ്ട് തന്നെ അലോണ വിളിക്കുന്നതോ പറയുന്നതോ ഒന്നും ഇവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. എന്നാൽ കൊട്ടാരത്തിലേക്ക് വന്ന ഇസബെല്ല അവൾക്ക് എന്തൊരു സംശയം, അതായത് അലോണ വിളിച്ചതുപോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ചെറുതായിട്ട് ആ ഒരു തോന്നൽ അവളുടെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണമായ ചന്ദ്രഗ്രഹണം അത് നടക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ തന്നെയാണ് ആ ഒരു ചടങ്ങ് പൂർത്തിയാക്കേണ്ടത്. ഒരു വിധത്തിൽ പിന്നീട് അലോണ ഇപ്പോ എലിസബത്തിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ, യഥാർത്ഥത്തിൽ നിന്നെയാണ് അവർ പിടിക്കാൻ പോകുന്നതെന്ന്. എന്ന് അവൾ പറയുന്നൊന്നും ഇസബെല്ലയ്ക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അവളുടെ കെട്ടുകൾ അഴിച്ചു കൊടുക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും മന്ത്രവാദികൾ പ്ലാൻ ചെയ്തതുപോലെ ഇതേ സ്ഥലത്തേക്ക് എലിസബത്ത് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ അലോണയെ ചൂണ്ടയിലെ വെറും ഒരു ഇരയാക്കി മാത്രമാണ് ഇവർ കണ്ടത്. എന്തായാലും അവിടെ വെച്ച് ഇസബെല്ലെ ഇവർ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. മൂന്ന് പേരും ഒരുപോലെ അവര് മന്ത്രവാദങ്ങൾ ചൊല്ലി ചൊല്ലി അവളുടെ ഉള്ളിലെ അവളുടെ ആത്മാവിനെ പ്രധാനിയായിട്ടുള്ള ദുർമന്ത്രവാദിയുടെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട്. ഇത് കണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് അലോണ, അതുപോലെ തന്നെ കുമാരൻ. എന്നാൽ അലോണ പറയാണ്, ഒരു കാരണവശാലും നമ്മൾ പോകാൻ പാടില്ല, അവളെ രക്ഷപ്പെടുത്തണം. ഈ ചടങ്ങ് കഴിഞ്ഞാൽ അവൾ മരണപ്പെട്ടു പോകും, അവളുടെ ശരീരത്തെ മുഴുവനായിട്ടും ആ ഒരു മന്ത്രവാദി എടുത്തു കളയും, അതിനു മുന്നേ രക്ഷപ്പെടുത്തണമെന്നുണ്ട്. ഇവര് നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കുമാരൻ അതിനെ തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. മന്ത്രവാദികൾ മന്ത്രത്താൽ അവനെ എടുത്തെറിയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു കള്ളുകൂടിയൻ കുതിരക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇയാളും ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ നടക്കുമോ? ഇല്ല. എന്നാൽ അയാളുടെ ദേഹത്തുണ്ടായിരുന്ന എലികൾ അത് പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല ഒരു മന്ത്രവാദിയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അവളുടെ ശ്രദ്ധ ഇപ്പൊ ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ആ സമയം തന്നെ നമ്മുടെ അലോണ ഉപയോഗിക്കുകയാണ്. മറ്റേ മന്ത്രവാദിയുടെ ശ്രദ്ധയും കളയുന്നുണ്ട്. ടോട്ടൽ ഇവിടെ വെച്ച് നടക്കാൻ പോകുന്ന ആ ഒരു മന്ത്രവാദത്തിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. അത് പൂർത്തിയാവുന്നില്ല. അപ്പോഴേക്കും ആ ഒരു ചന്ദ്രഗ്രഹണം അത് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇസബെല്ലയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു ആത്മാവ് അവളുടെ ഉള്ളിലേക്ക് തന്നെ തിരിച്ചു കയറി പോവാണ്. അതായത് ആ ചടങ്ങ് പൂർത്തിയായില്ല. ഇത് അവസാനത്തെ അവസരമായിരുന്നു. ഇത് നടക്കാത്തത് കൊണ്ട് തന്നെ ഈ മൂന്ന് മന്ത്രവാദികളും അലിഞ്ഞില്ലാതായി ഉരുകി തീരുകയാണ്. ഈ സ്വർണത്തിന്റെ പൊടികളുണ്ടല്ലോ അതുപോലെ ആയി മാറുന്നുണ്ട്. അതിൽ ആ ഒരു പ്രധാന മന്ത്രവാദി ഒരു ഡയമണ്ട് ആയിട്ട് മാറുകയാണ്. വേഗത്തിന് അങ്ങോട്ടേക്ക് വന്ന നമ്മുടെ കുതിരക്കാരൻ നൈസായിട്ട് അതെടുത്ത് കീശയിലിടുകയാണ്. ഇതിനുശേഷം ഇവരെല്ലാവരും ഈ കുതിരക്കാരന്റെ കുതിരവണ്ടിയിൽ കയറിയിട്ട് നേരെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് അവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ആ മന്ത്രവാദികൾ ഉണ്ടാക്കി വിട്ട ആ ഒരു തീയെല്ലാം ആ ഒരു മഴ കാരണം തന്നെ പതിയെ പതിയെ കെട്ടുപോവാണ്. അങ്ങനെ അവർ കൊട്ടാരത്തിലേക്ക് എത്തി. കൊട്ടാരത്തിൽ എത്തിയ പാട് തന്നെ അലോണയെ കണ്ട പാട് രാജാവിന് ഭയങ്കര സന്തോഷമായി. എന്നാൽ ചെറിയൊരു കുറ്റബോധത്തോട് കൂടിയിട്ട് ഇയാൾ പോകുന്നത് രാജാവിന്റെ യഥാർത്ഥ മകളായിട്ടുള്ള ഇസബെല്ലയുടെ അടുത്തേക്കാണ്. അവളോട് ചോദിക്കുന്നുണ്ട്, എല്ലാം നമുക്ക് ഒന്നേന്ന് പറഞ്ഞിട്ട് ആരംഭിച്ചുവിടെ മോളെ, അച്ഛനും ചില തെറ്റുകളൊക്കെ വന്നു പോയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ അലോണയുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ നടത്താൻ പോകുമെന്ന് പറയണം. എന്നാൽ അലോണ പറയാണ്, വേണ്ട അച്ഛ, ഞാനല്ല എന്തായാലും മൂത്ത മകള് ഇസബെല്ലയാണ്, ഇവരുടെ വിവാഹം നടത്തി കൊടുത്തേക്കെന്ന് പറയണം. ഞാൻ ഇളയ മകളായതുകൊണ്ട് തന്നെ എന്റെ തലയിൽ നിന്നും എന്തോ ഒരു ഭാരം പോയതുപോലെ എനിക്ക് തോന്നുന്നു. എനിക്ക് എന്റേതായ ചില ആഗ്രഹങ്ങളുണ്ട്, ഞാൻ ആ ലോകത്തിലേക്ക് പോവാന്ന് പറയണം. അതായത് നന്നായിട്ട് ചിത്രം വരക്കാനുള്ള കഴിവ് ഈ അലോണയ്ക്ക് ഉണ്ടായിരുന്നു. സോ അത് തന്നെയാണ് അവളുടെ ആഗ്രഹം. മന്ത്രവാദിയുടെ ആ ഒരു കോട്ടയിൽ നിന്ന് വരുമ്പോൾ ആ ഒരു മാന്ത്രിക മാപ്പ് അവളെ കൊണ്ടുവന്നായിരുന്നു. ആ രാജ്യത്തിന്റെ മാപ്പ് ഉണ്ടല്ലോ, സോ അതിൽ ഈ നശിച്ചു പോയ ഭൂമിയും കാര്യങ്ങളൊക്കെ അതിനെ പഴയതുപോലെ ആക്കണം. അവൾ ചിത്രത്തിലൂടെ അത് നേരാക്കുകയാണ്. ഇപ്പൊ ഇസബെല്ലയെ നോക്കുകയാണെങ്കിൽ അവളുടെ അടുത്തേക്ക് നമ്മുടെ കുമാരൻ വന്നിട്ടുണ്ട്. ശരിക്കും അവന്റെ ആഗ്രഹം ഇസബെല്ലയെ തന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു. അപ്പൊ കുമാരൻ ഈ ഒരു കാര്യം നമ്മുടെ ഇസബെല്ലയോട് പറഞ്ഞ സമയത്ത് അവൾക്കൊരു നാണം പോലെ ആവുകയാണ്. ഇത് മാത്രം നിനക്ക് ചേരില്ല, നിനക്ക് മറ്റേ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് നല്ലത്. പിന്നെ തുടങ്ങാന്ന് പറഞ്ഞിട്ട് രണ്ടും കൂടെ കാട്ടിലേക്ക് എടുത്ത് ചാടുകയാണ് കേട്ടോ. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. അപ്പൊ
അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.